ഈ യാത്ര വളരെ സ്പെഷ്യലാണ് കേട്ടോ. ഇത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള യാത്രയല്ല, ഇത് ലൂമിയറിനും നിങ്ങൾക്കും കൂടിയിട്ടുള്ള യാത്രയാണ്. ഡേ 1 ഇൻ കാഞ്ചീപുരം. വേറൊന്നുമല്ല, ലൂമിയർ സ്റ്റുഡിയോയിൽ നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് കാഞ്ചീപുരം സാരീസ്. കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ് ലൂമിയറിൽ കാഞ്ചീപുരം സാരീസ് ലോഞ്ച് ചെയ്യണം എന്നുള്ളത്. അതിനുവേണ്ടി ഇരിക്കുകയോ സമയം കണ്ടെത്തുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. സോ ജൂൺ ജൂലൈ ഓഫ് സീസണാണ്. സോ ഞാൻ വിചാരിച്ചു കാഞ്ചീപുരം പോവാം. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ജിദേവും ഉണ്ട്, ആര്യ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നേക്കാൾ ഇൻട്രസ്റ്റ് കാണിക്കുന്നത് ഈ കാര്യങ്ങൾക്കൊക്കെ ജിദേവാണ് കേട്ടോ. സോ ജിദേവായിരുന്നു എനിക്ക് പ്രാവശ്യം നിർബന്ധിച്ച് കൊണ്ടുപോയാൽ നമുക്ക് കാഞ്ചീപുരം പോയേ പറ്റൂ, കുറച്ച് സാരീസ് കൊണ്ടുവന്നേ പറ്റൂ, ലോഞ്ച് ചെയ്തേ പറ്റൂ. ആൻഡ് യെസ്, ഞങ്ങൾ കാഞ്ചീപുരം എത്തി. ഫസ്റ്റ് ഡേ നമ്മൾ കുറച്ച് സ്ഥലങ്ങൾ സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാ സ്ഥലങ്ങളും പോകുമ്പോഴും നമുക്ക് വേണ്ട കാര്യങ്ങളോ നമുക്ക് വേണ്ട സാരീസോ നമുക്ക് വേണ്ട കളേഴ്സോ മോട്ടീവ്സോ ഒന്നും ആയിരുന്നില്ല. നമ്മളുടെ ടേസ്റ്റായിട്ട് അവർക്ക് കുറച്ച് വ്യത്യാസമുണ്ട്. പക്ഷേ കുറച്ച് സാരീസ് നമുക്ക് കിട്ടിയിട്ടോ. ഈ പറഞ്ഞ പോലെ ഒരുപാട് ബൾക്കായിട്ട് മേടിക്കുന്നവർക്ക് കുറച്ച് എളുപ്പമായിരിക്കും. പക്ഷേ നമ്മളെപ്പോലെയുള്ള ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അത് വളരെ സെലക്ട് ചെയ്ത് നമ്മൾ ഹാൻഡിൽ ചെയ്ത് എടുക്കുന്ന സമയത്താണ് നമ്മൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആക്കുന്നത്. അത് ഏതായിരിക്കും കസ്റ്റമേഴ്സ് ഇഷ്ടപ്പെടുന്നത്, ഏത് എടുത്താലായിരിക്കും കസ്റ്റമേഴ്സിന് ഏറ്റവും ഭംഗി, കാര്യങ്ങൾ, കളേഴ്സും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് ലിറ്റിൽ ട്രിക്കി ആൻഡ് ലൈക്ക് ബട്ട് ഇറ്റ്സ് ഫൺ. നമ്മൾ ഈ പോകുന്ന വഴിയിലൊക്കെ നമ്മളുടെ പുറകിൽ സ്കൂട്ടറും ബൈക്കിനായിട്ട് പല ആൾക്കാർ വരുന്ന ഔട്ട് ലൈക്ക് വേറെ ഒന്നിനുമല്ല, അവിടുത്തെ പല ഷോപ്സായിട്ട് ടൈപ്സ് ഉണ്ട്. സോ നമ്മളങ്ങനെ കൊണ്ടുപോകും. അങ്ങനെ പോയൊരു സ്ഥലമാണിത്. ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര സ്വീകരണമൊക്കെ ആയിരുന്നു. നമ്മൾ പലതും പറഞ്ഞ് വിശ്വസിക്കേണ്ടി ഇതുപോലത്തെ ഒരു സെറ്റപ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നും പ്യുവറായിരുന്നില്ല, ഹാൻഡിലുമായിരുന്നില്ല. സോ നമ്മൾ അവിടുന്ന് ഇറങ്ങി കഴിഞ്ഞ് നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നത് നമ്മളുടെ കാറിൻ്റെ ലോഗോയും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ തിരിച്ചു വന്നു. നമ്മൾ വീടിൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന കുട്ടി അമ്പലമാണ്. കഴിഞ്ഞ ദിവസം രാത്രി വന്നുകൊണ്ട് വ്യൂവിന് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അറൗണ്ട് 6:30 ആയിട്ടുണ്ടായിരുന്നു. ഈ സമയം നല്ല കാറ്റുണ്ട്, നല്ല സ്ഥലവും. നമ്മൾ ഇനി അടുത്ത് പോകുന്നത് കുറച്ച് ദൂരെയുള്ളൊരു സൊസൈറ്റിയിലേക്കാണ്. ഏകദേശം 1 hour ട്രാവലുണ്ട് ആ സൊസൈറ്റിയിലേക്ക്. നമ്മൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് പോകുന്ന വഴിയിലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂസൊക്കെ ആയിരുന്നു. ഈ ഒരു സൈഡിൽ കുറച്ചും കൂടി ഒരു ഗ്രീനറി ഉണ്ട് കേട്ടോ. പക്ഷെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര മരുഭൂമി പോലെ ഒരു ഫീലായിരുന്നു. അങ്ങനെ 2 ദിവസത്തെ ഷോപ്പിങ്ങിന് ശേഷം വളരെ പ്രിറ്റി ആയിട്ടുള്ള സാരീസ് ആയിട്ടാണ് നമ്മൾ തിരിച്ചെത്തുന്നത്. ലൂമിയറിൻ്റെ വെബ്സൈറ്റിലും സ്റ്റോറിലും ഇത് അവൈലബിൾ ആയിരിക്കും. പിന്നെ എല്ലാ ബ്രൈഡ്സിനും ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് കേട്ടോ. ലൂമിയറിൽ നിങ്ങൾ ഡ്രീം വെഡിങ് സാരി കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ, ഇഷ്ടമുള്ള മോട്ടീവ്സിൽ എന്തെങ്കിലും സ്റ്റോറിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മളത് കസ്റ്റമൈസ് ചെയ്ത് തന്നെയായിരിക്കും. അങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞ് ഇനി നമ്മൾ പോകുന്നത് പോണ്ടിച്ചേരിയിലാണ്. അപ്പോൾ പോണ്ടിച്ചേരി എത്തിയിട്ടാണ്.
അമ്പലം. വെരി പ്രിറ്റി ആൻഡ് കോസി സ്പേസ്. നമുക്ക് എന്താ പറയാം, അവിടെ വരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല, അത്രയ്ക്ക് ഭംഗിയുള്ളൊരു സ്പേസ്. ഒരു ദിവസം മുഴുവൻ നമ്മൾ പൂനെയിലുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് തഞ്ചാവൂരിലേക്കാണ്. ഈ അമ്പലമൊക്കെ എന്ത് ഭംഗിയാന്ന് പറയും കാണാൻ. ഈ അമ്പലമൊക്കെ പണിത് കാണുമ്പോഴാട്ടോ എനിക്കിങ്ങനെ ചിന്തകളൊക്കെ വരുന്നത്. അതായത് പലപ്പോഴും നമുക്ക് പല കാര്യങ്ങളും പറ്റില്ല എന്ന് ചിന്തിക്കുന്ന നിമിഷങ്ങളൊക്കെ ഇല്ലേ, ഈ ഒരു മനുഷ്യർ ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് ആ സമയത്തൊക്കെ ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പറ്റാത്തതായിട്ടൊന്നുമില്ല എന്നൊക്കെ ഇതൊക്കെ തെളിയിക്കുന്നത്. നമ്മൾ കൺമുന്നിൽ തന്നെ എന്താ പറയുക, ഒരു വലിയ എക്സാമ്പിളൊക്കെ ആയിട്ട് കാണുക. ഇത് മാത്രമല്ല, പല കാര്യങ്ങളും നമ്മൾ ലൈഫിൽ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് കാണുമ്പോൾ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന എല്ലാം നമ്മളെക്കൊണ്ട് സാധിക്കും. അങ്ങനെ അമ്പല ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് കൊച്ചിയിലേക്ക് ഇറങ്ങാവുന്ന വഴിക്കാണ് ഈ ഒരു സംഭവമൊക്കെ കണ്ടത്. ചായ കുടിക്കാൻ ഇറങ്ങുന്ന സമയത്ത് ചക്ര ചെയ്യുന്ന ഓരോ കോപ്രായങ്ങളാണിത്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കുറച്ച് റിലാക്സ് ഒക്കെ ചെയ്ത് വീട് നമ്മൾ ജേർണി തുടർന്നു നേരെ കൊച്ചിയിലേക്ക്.